ഇത് പിറ്റേന്നത്തെ കാഴ്ചയാണ്. ഞങ്ങളവിടെ ചെന്ന് പിറ്റേന്നാണ് പിന്നെ വീഡിയോ ഒക്കെ എടുത്തത്. പന്തലിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആൾക്കാർ വന്ന് ഇനി നാളെ വരും ബാക്കി ചെയ്യാനുണ്ട്. എല്ലാവരും രാവിലെ ഓരോരോ പണികളാണ്. ഹരിക്കുട്ടി അരുണിമേട എന്തൊക്കെയോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ കുരുപ്പ് അവിടെ ഇരുന്ന് എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മയും കുഞ്ഞാൻ്റിയും ഉച്ചക്കത്തേക്കുള്ളതും രാവിലത്തേക്കുള്ളതും എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഓരോരോ പണിയുടെ പുറകെയായിരുന്നു. കല്യാണ വീടല്ലേ, തിരക്കാണല്ലോ. പിന്നെ ഞങ്ങളുടെ കുറച്ച് റിലേറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ ആയിട്ട് കാര്യം പറഞ്ഞിരുന്ന് അവർ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവരങ്ങ് പോയി. നല്ലപോലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും കുഞ്ഞുങ്ങളെ പുറകെയും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ പുറകെയായിരുന്നു. പിന്നെ പിള്ളേർ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇച്ചിരി നേരം ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങളും കുറച്ച് നേരം കിടന്ന്. പിന്നെ എല്ലാവരും കിടന്നുറങ്ങി. അവർ ബ്യൂട്ടി പാർലറിൽ പോയേക്കുമായിരുന്നു. അപ്പം ഞാൻ കിടന്നുറങ്ങി. പിന്നെ അമ്മയൊക്കെ ജോലിയാണ്, തേങ്ങ വറക്കുകയൊക്കെയാണ്. ഞങ്ങൾ ഓരോരോന്ന് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ പുറത്തോട്ടൊന്ന് ഇറങ്ങി. പിള്ളേരുടെ അലമ്പും എല്ലാം കാരണം പുറത്തോട്ടൊന്ന് ഇറങ്ങി ഒന്ന് നടന്ന് 2-3 മിഠായിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേരുമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാണ്? പിള്ളേരെ എപ്പോഴും പഠിക്കാത്ത തന്നെ ഇരിക്കുന്നില്ല. ഭയങ്കര വഴക്കും ബഹളവും. അങ്ങനെയൊക്കെ നല്ല രസമാണ് നാട് കാണാൻ. നല്ല ഭംഗിയാണ് അവിടെ എല്ലാം കാണാനായിട്ട്. അവിടെയൊക്കെ കുറച്ച് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പിള്ളേരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. എല്ലാവരും ഓരോരോ ജോലിയില്ലേ. ഞങ്ങൾ പിള്ളേരുമായിട്ട് ഇറങ്ങി നടന്ന് സന്ധ്യയായിരുന്നു. പിന്നെ രാത്രി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അപ്പുറത്തെ മാമയുടെ വീട്ടിലാണ് കിടക്കുന്നത്. അങ്ങോട്ട് കിടക്കാനായിട്ട് പോയി. പിള്ളേർ 2 പേരും ഉറങ്ങി. ഞങ്ങളിനി കിടക്കണം. അപ്പം ഗുഡ് നൈറ്റ്. ബാക്കി വീഡിയോസായിട്ട് നാളെ കാണാം.